ഇവിടെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ മണിക്കൂറിൽ നമ്മുടെ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ സലോം ഹോസ്പിറ്റൽ സെൻ്റർ ആശീർവദിക്കുന്നതിനും ദൈവത്തിന് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നതിനുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ വലിയ വലിയൊരു സ്വപ്നമായിരുന്നു ഈ സെൻ്റർ. ഇത് പണി പൂർത്തിയാക്കി പിതാവ് ഇത് വെഞ്ചരിച്ച ദിവസം ഞാനും ഇതിൽ പങ്കെടുത്തിരുന്നു. അന്ന് പിതാവ് വലിയ സന്തോഷത്തോടു കൂടി രൂപതയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് പറയുകയും അന്ന് പിതാവിൻ്റെ കൂട്ടത്തിലൊരു ആഫ്രിക്കൻ ആർച്ച് ബിഷപ്പ് പിതാവിൻ്റെ ഗസ്റ്റായിട്ട് അരമനയിലുണ്ടായിരുന്നു. അദ്ദേഹവും ഇവിടെ വരികയും ഇതിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. നമുക്ക് നിർണായകമായ ഒരു സ്റ്റെപ്പ് ഫോർവേഡായിരുന്നു ഈ ഷലോം സെൻ്റർ. വളരെ പരിമിതികളോടുകൂടിയാണ് നമ്മൾ പ്രസ് ബിൽഡിങ്സിൽ താമസിച്ച് രൂപതയുടെ ജപാലനപരമായ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ അന്നത്തെ കാലത്ത് വിപ്ലവകരമായ ഒരു സ്റ്റെപ്പ് തന്നെ എന്ന് ഞാൻ പറയും. വളരെ സോളിഡായിട്ടുള്ളൊരു ബിൽഡിങ്ങാണിത്. ഇതിൻ്റെ ന്യൂനതകൾ വാസ്തവത്തിൽ ഒന്നുമില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടുമ്പോൾ ചില പരിമിതികൾ നമുക്ക് ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കലാകാലങ്ങളിൽ നമുക്ക് പൊതുവായിട്ടുള്ള ബിൽഡിങ്സിൻ്റെ നവീകരണം പുത്തനാക്കൽ ആവശ്യമാണ്. 3-4 വലിയ നവീകരണങ്ങൾ ഈ 1.5 വർഷത്തിനുള്ളിൽ നടത്തി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുഭവനമായ രൂപതാ കേന്ദ്രം, അരമന ബിൽഡിങ്സ് അടിമുടി പുത്തനാക്കി എല്ലാ ഭാഗങ്ങളും അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തി അത് നവീകരിക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത് ഈ ഷലോം ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ട പരിമിതികൾ നമുക്ക് കൂടുതൽ സ്പേസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രൂപതാ കേന്ദ്രത്തിലും ഇവിടെയും. എങ്കിലും നമുക്കുള്ളത് വളരെ നന്നായിട്ട് നവീകരിക്കാനായിട്ട് സാധിച്ചു. മൂന്നാമത്തെ ഒരു പൊതു കാര്യമാണ് നമ്മൾ സിവിയിൽ നമ്മുടെ വൈദിക വിദ്യാർത്ഥികളുടെ ഒരു കൊല്ലത്തെ പരിശീലനത്തിന് വേണ്ടി അവിടെ നമ്മൾ നല്ല നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തി. വളരെ മനോഹരമായി നിങ്ങളും സൗകര്യം പോലെ അവിടെ പോവുകയും കാണുകയൊക്കെ ചെയ്യണം. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും സ്പിരിച്വലായിട്ടും ഭൗതികമായിട്ടും നമുക്ക് രൂപതയ്ക്കുള്ള ഏക പ്രോപ്പർട്ടി പ്രധാനമായിട്ടും അതാണ്. അത് കാണാനും സാധിക്കുമെങ്കിൽ അല്പം അവിടെ ഫിസിക്കലായിട്ടുള്ള ജോലി ചെയ്യാനുമൊക്കെ അതെല്ലാം നമ്മൾ പറമ്പിൽ പണിയെടുക്കുന്നവരും കൂടിയാണല്ലോ. അവർക്ക് താല്പര്യമാണെങ്കിൽ അതും ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യിക്കാം. അങ്ങനെ അവിടെയും നമ്മൾ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. നമ്മുടെ അഡാർട്ട് മുഴുവൻ നമ്മൾ പുത്തനാക്കി. അതും വലിയപിതാവിൻ്റെ കാലത്ത് അതിനു മുമ്പ് തന്നെ ചിന്തകളുണ്ടായിരുന്നു. 1 നൂറ്റാണ്ട് കഴിഞ്ഞ ഒരു കാര്യമായിരുന്നു. കെട്ടിടം വളരെ പഴയതായിരുന്നു. അതിനും നമ്മൾ വലിയ സംഖ്യ മുടക്കിയാണത് പുത്തനാക്കിയത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഭരണങ്ങാനത്തുള്ള നമ്മുടെ ബിൽഡിങ്സ് ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛന് വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച് അതും നല്ല രീതിയിൽ പുത്തനാക്കി അതിൻ്റെയും ആശീർവാദം നമ്മൾ നടത്തി. അങ്ങനെ 4-5 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നാടുകളിൽ നമുക്ക് നടത്താൻ സാധിച്ചു, പുത്തനാക്കാൻ സാധിച്ചു. നല്ല വെടിപ്പോടുകൂടി അതൊക്കെ നല്ല പണം മുടക്കി, ഇതിന് മുടക്കിയ തുകയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാം പ്രൊക്രിയേറ്റീവ്സിൻ്റെ വലിയൊരു വിശാല മനസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. രൂപത കച്ചേരിയിൽ ചർച്ച ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് അടിസ്ഥാനപരമായ നവീകരണമാണ്. ഇവിടെ നമ്മൾ കൂടുതൽ പണം മുടക്കി എന്നുള്ള ഒരു ചിന്ത പോലും ഇവിടെ വരേണ്ടതില്ല. ഇത് നമുക്കുള്ളതായിരുന്നു ഇതെല്ലാം. അതിൻ്റെ കേടുപാടുകൾ പോക്കി അല്ലെങ്കിൽ കുറവുകൾ കുറേയെങ്കിലും പരിഹരിച്ചു എന്ന് മാത്രമാണ് ഈ 3-4 മേജർ നവീകരണങ്ങൾ വഴി നമുക്ക് ചെയ്യാൻ സാധിച്ചത്. രൂപത കച്ചേരിയോടും ഞാൻ വളരെ നന്ദി പറയേണ്ടതില്ലെങ്കിലും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. എല്ലാ അച്ഛന്മാരുടെയും വിശേഷവതിയായിട്ട് പ്രൊക്രിയേറ്റച്ഛൻ്റെ മുത്തനാട്ടച്ഛൻ്റെ ആ ഒരു വലിയ മനസ്സതിൻ്റെ പിന്നിലുണ്ട്. സാധാരണഗതിയിൽ പ്രൊക്രിയേറ്റച്ഛന്മാർ പിശുക്കന്മാരാണ്. ഒരു കാശ് ഉപയോഗിക്കുകയില്ല. കാശുണ്ടെങ്കിൽ ഇല്ലെന്നേ പറയുള്ളൂ. അങ്ങനെ അതൊരു അവരൊരു ഫിനാൻസ് പോളിസി ആയിട്ട് എടുക്കുന്ന കാര്യമാണ്. എങ്കിലും അച്ഛൻ അത് രൂപതയുടെ മനസ്സ് അറിഞ്ഞ് ചെയ്തതുകൊണ്ട് ഈ രൂപതാ കേന്ദ്രത്തിലൊക്കെ വലിയ പിതാവിൻ്റെ അവസരത്തിൽ പിതാക്കന്മാരൊക്കെ 10-46 പിതാക്കന്മാർ വന്നു. അവരും പറഞ്ഞു ഈ കെട്ടിടം ഇതുപോലെ നന്നായിട്ട് വൃത്തിയും മോടിയുമായിട്ട് ഒരിക്കൽ പോലും
കണ്ടിരുന്നില്ല എന്ന് അവിടെ വന്ന് 10-20 പിതാക്കന്മാർ എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞു. അതുപോലെ അത് നല്ല മെനയാക്കി ഇവിടെയും നമുക്ക് നല്ല പുതുമയുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെയാണ് നമ്മുടെ സിവിയും ഡാർട്ടും നമ്മുടെ പ്രണയാനും ബിൽഡിങ്സ് ജോർജ് വർഗീസച്ചൻ്റെ കാര്യസ്ഥതയിൽ ചെയ്തതുമെല്ലാം. ഈ സംവിധാനം നമ്മെ സംബന്ധിച്ച് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള പാസ്റ്ററലായിട്ടുള്ള ഹാർട്ടാണ്. ഈ സെൻറ്ററിൻ്റെ പ്രത്യേകത അതാണ്. 1-2 അച്ഛന്മാർ ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായിട്ട് ജീവിക്കുക അല്ല. രൂപതയുടെ ഹാർട്ടാണിത്, രൂപതയുടെ കരങ്ങളാണ്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് 10-18 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെയുണ്ട്. വളരെ വിപുലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓഫീസ് സ്റ്റാഫുകളുമുണ്ട്. അതിനെല്ലാം അച്ഛന്മാർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഭവനമാണ്. ഇതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊന്നുമില്ല, ഒരു സംവിധാനവും നമ്മുടെ രൂപതയിലില്ല. കാരണം രൂപതയെ മുഴുവനും ആനിമേറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ആ അനിമേഷനിൽ ഞാനിവിടെ പല ചെറിയ വെഞ്ചരിപ്പിനെല്ലാം യൂത്തിൻ്റേത്, DCMSൻ്റെ, ഇപ്പോൾ ഇവാഞ്ചലൈസേഷൻ്റെ അവരെല്ലാം മൂടി പിടിപ്പിച്ചു. അങ്ങനെ പലതവണ ഞാൻ അഡീഷണൽ വെഞ്ചരിപ്പിന് വേണ്ടി വന്നിരുന്നു. ഇത്തവണ നമ്മൾ സമഗ്രമായ ഒരു ശുദ്ധീകരണമാണ് ഇവിടെ നടത്തിയത്. അതുകൊണ്ടാണ് നിങ്ങളും എല്ലാവരും ഇവിടെ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഷലോം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടുത്തെ അച്ഛന്മാരും നമ്മുടെ രൂപതയെ കാണുന്ന വിധമാണ് രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഇത് ഷലോം സെൻറ്റർ, ഇറ്റ് ഇസ് നോട്ട് എ മിയർ ബിൽഡിംഗ്. ഇതൊരു കെട്ടിടം പണിതു അല്ലെ കെട്ടിടം ശുദ്ധീകരിച്ചു എന്നുള്ളതല്ല. ഇത് നമ്മളുടെ ഒരു എക്ലേഷ്യൽ മിഷൻ്റെ ഒരു റീഫോക്കസിങ്ങിനുള്ള കാര്യമായിട്ട് കൂടി നമ്മളിതിനെ കാണണം. കാരണം നിങ്ങളുടെ പ്രവർത്തനമാണ് എല്ലാ പള്ളികളിലേക്കും എല്ലാ സ്ഥാപനങ്ങളിലേക്കും എത്തുന്നത്. എല്ലാ കാര്യങ്ങളുടെയും കച്ചേരി തീരുമാനിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് രൂപതയുടെ മനസ്സറിഞ്ഞ് ചെയ്യാവുന്ന കാര്യങ്ങളുമെല്ലാം ഇവിടെയാണ്. ഇതൊരു ബ്യൂറോക്രസി അല്ല, ഒരു ബ്യൂറോക്രാറ്റിക് ഓഫീസല്ല. ഇതൊരു എക്ലേഷ്യൽ മിനിസ്ട്രിയാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഈ നാളുകളിലൊക്കെ കുറേ കൂടെ ആ ഒരു എക്ലേഷ്യൽ സോളിഡാരിറ്റിയിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പിൽ ഒക്കെ നിങ്ങൾക്ക് നിൽക്കാനും ആയിരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ആ ഷലോം, അത് നൽകുന്ന ആ ശാന്തി, ആ സമാധാനം, അത് ജെറൂസലമിൻ്റെ ശാന്തിയാണ്, ഈശോയുടെ ശാന്തിയാണ്. ജെറൂസലമിലും നമ്മൾ നിൽക്കുന്ന പോലെയാണ് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ. ഷലോം അത് ലോകം മുഴുവനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്. അത് നമ്മളിവിടെ വീണ്ടും ഇതുപോലെ ഈ രൂപത കേന്ദ്രത്തിലെ നമുക്കെല്ലാവർക്കും ഇവിടെ ഒന്നിച്ച് ഒരുപോലെ ആയിരിക്കാൻ സാധിക്കുന്നത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ശരിക്കും ഒരു സിനഡാലിറ്റി ഫങ്ഷൻ ചെയ്യുന്ന ഏരിയ ഇതാണ്, ഈ ഷലോമാണ്. പ്രോപ്പറായിട്ടുള്ള സിനഡാലിറ്റി ഇവിടെയാണ്. നിങ്ങളുടെ 10-18 വലിയ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അത് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ്, നിങ്ങൾ വഴി രൂപതയിലെ എല്ലാ അച്ഛന്മാരോടും വൈദികരോടും വൈദിക വിദ്യാർത്ഥികളോടും ദൈവജനത്തോടും സിസ്റ്റേഴ്സിനോടും എല്ലാം ബന്ധപ്പെടുന്നത് ഇവിടെയാണ്. ഇവിടം ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ പോരായ്മ വന്നാൽ അത് വിമർശന വിധേയമാകും. കാരണം രൂപതയുടെ ഹാർട്ടാണ് ഇത്. നമ്മുടെ ശരിക്കും ജെറൂസലമാണ് ഒറിജിനലായിട്ട് ഈശോയെക്കുറിച്ച് കേട്ടതും ഈശോ പറഞ്ഞതുമായ ആ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസികളുടെ സമൂഹത്തിൽ എത്തിക്കാനുള്ള തീവ്രമായ പരിശ്രമമാണ്. വളരെയധികം ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്നുണ്ട്. ചില ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളർന്ന് വളരെ വലുതായി. ഇത് മറ്റ് രൂപതകളും നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട്, വലിയ സന്തോഷത്തോടു കൂടി പറയാറുണ്ട്. അങ്ങനെ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ, ഇന്ന് പുതുക്കപ്പെട്ട ഇവിടെ ആയിരിക്കുമ്പോൾ, ഇവിടെ നിന്ന് നമ്മൾ റേഡിയേറ്റ് ചെയ്യേണ്ടത് സമാധാനമാണ്, ഷലോമാണ്, പീസാണ്, ഈശോയാണ് കൊടുക്കുന്നത്. അതിലേക്കുള്ള വലിയ അറ്റംപ്റ്റ്സാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റൽ ആയിട്ടുള്ള ചില പ്രത്യേകതകൾ വന്നേക്കാം. പ്രത്യേകിച്ച് എല്ലാം ഒരുപോലെ ഒരേ സമയത്ത് ഫങ്ഷൻ ചെയ്യേണ്ടതല്ലായിരിക്കാം. എങ്കിലും നമ്മൾ വലിയ കൂട്ടായ്മയിലാണ്, സിനഡലായിരിക്കണം. ഇറ്റാലിയൻസ് പലപ്പോഴും പറയും, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സാക്രോ ഇഗോയിസ്മസ്, ഒരു സേക്രഡ് ജലസി
എന്നെ ഏൽപ്പിച്ച കാര്യത്തിന് ഞങ്ങൾ കൊണ്ടുവന്നത്. അത് ആ ജലസി ആയിക്കോട്ടെ. നിങ്ങൾ 20 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ 20 പേരും നിങ്ങളെ ഏൽപ്പിച്ച കാര്യത്തിന് വേണ്ടി അല്പം ജലസിയൊക്കെ കുഴപ്പമില്ല. എങ്കിലും ആത്യന്തികമായിട്ട് ഒരു ജലസിയും ഇല്ലാതെ ഈശോയുടെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ള ആ ഒരു വലിയ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ സമൂഹത്തിൽ വളരെ റാപ്പിഡായിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വളരെ റാപ്പിഡായിട്ട്. അപ്പോൾ അത് അനുസരിച്ച് നമുക്കിവിടെ അപ്ഡേഷൻ നടക്കണം, ഡിജിറ്റലൈസേഷനിലേക്ക് പോകേണ്ടതുണ്ട്. കുട്ടികളോട് നമ്മൾ പ്രസംഗിച്ചു അല്ലെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചു, അതവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഈശോയുടെ സുവിശേഷം, സഭയുടെ വിശ്വാസം, നമ്മുടെ സഭയുടെ തനിമ അതൊക്കെ കുട്ടികളിലും അധ്യാപകരിലും എത്തിക്കാനും സർവോപരി നമ്മുടെ കുടുംബങ്ങൾ നല്ലപോലെ സ്റ്റെബിലൈസ്ഡ് ആകാനുമൊക്കെ ഈ സെൻറ്ററിനെ അത് സാധിക്കുകയുള്ളൂ. നിങ്ങൾ വഴി ക്രൈസ്തവ കലകൾ വളരെയേറെ ഇവിടെ പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൺഡേ സ്കൂൾ വഴിയും മിഷൻ ലീഗ് വഴിയും അതുപോലുള്ള മറ്റ് പ്രസ്ഥാനങ്ങൾ വഴിയും ഒക്കെ മറ്റ് വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോഴായാലും അവിടെയെല്ലാം ക്രൈസ്തവ കലകൾക്ക് 10,000-2000 പേരുള്ള കുടുംബ കൂട്ടായ്മക്കാരും ഫാമിലി അപ്പോസ്റ്റലേറ്റുകാരും സൺഡേ സ്കൂൾ അധ്യാപകരും ഒക്കെ വരുമ്പോഴും അവിടെ ക്രൈസ്തവ കലകൾക്ക് നിങ്ങൾ നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു മേഖലയാണ്. അതിലൂടെയാണ് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. നമ്മൾ വെറുതെ കൈയും കെട്ടി പുറകോട്ട് നോക്കി നിൽക്കുമ്പോൾ ഒന്നും നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ വിശ്വാസം, സത്യവിശ്വാസം കൊടുക്കാനായിട്ടുള്ള എല്ലാ വ്യത്യസ്തമായ മേഖലകളും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. നിരന്തരമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കേന്ദ്രമാണിത്. കാരണം രൂപതയുടെ നെർവസ് സിസ്റ്റം ഇതാണ്. ഇത് രൂപതയുടെ ഹാർട്ടാണ്. രൂപതയാകുന്ന ഓർഗാനിസത്തിൻ്റെ ഹൃദയത്തിലാണ് ഈ ഷലോം, ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാം. നിങ്ങൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷങ്ങളിലൊക്കെ നല്ല കൂട്ടായ്മയിൽ ഇവിടെ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വൈദിക സമൂഹത്തിന് പൊതുവെ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ സ്വീകാര്യത വർദ്ധിച്ചതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ സാധ്യമാകുന്ന എല്ലാ ശനിയും ഞായറും വിസിറ്റയ്ക്ക് പോകുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ ഷലോമിനെക്കുറിച്ചും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും ചർച്ച ചെയ്യാതെ ഒരു ദിവസം പോലും പോയിട്ടില്ല. കാരണം അങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വിശ്വാസത്തിൻ്റെ നേർക്കുള്ള അറ്റാക്സും ഒക്കെ കണ്ടെത്താനും പഠിക്കാനും അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുമായിട്ടൊക്കെ ഉള്ള വലിയ തീവ്രമായ പരിശ്രമം നമുക്കുണ്ടാകണം. ഈ ഹൗസ്, ലെറ്റ് ദിസ് ഹൗസ് ബി എ ഹൗസ് ഓഫ് പ്രെയർ, എ സ്കൂൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഓൾസോ സെൻറ്റർ ഓഫ് ഇവാഞ്ചലൈസേഷൻ ആൻഡ് എ സൈൻ ഓഫ് ഹോപ്പ്. ഇതെല്ലാം നമുക്ക് രൂപത വൈബ്രൻ്റായിട്ട് നിൽക്കണമെങ്കിൽ ഈ ഹൗസ് വൈബ്രൻ്റാണ്. ചാർജ്ഡ് ബാറ്ററീസായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആദിമസഭയിലെ പോലെ ആ ശിഷ്യന്മാരെ പോലെ അവർ ചാർജ്ഡ് ബാറ്ററീസ് ആയിരുന്നു. ഒരിക്കലും അവരുടെ ചാർജ് തീർന്നിട്ടില്ല. അങ്ങനെ നമുക്ക് നിൽക്കണം. അങ്ങനെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിനുവേണ്ടി ജോർജ് വർഗീസ് അച്ഛനും നിങ്ങളെല്ലാവരും വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട്. ബെത്താനത്തച്ഛൻ ഇവിടെ വരികയും അന്വേഷിക്കുകയും നിങ്ങളോട് ഇടപെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അച്ഛൻ ഈ നാളുകളിൽ ഈ സംഘടനകളും അതുപോലെ അച്ഛൻ്റെ ഏൽപ്പിച്ചിരുന്ന മറ്റു കാര്യങ്ങളും വഴി വലിയൊരു റിന്യൂവൽ നമ്മുടെ രൂപതയിലുണ്ടായിട്ടുണ്ട്. സംഘടനകൾ ഉണർന്നാൽ നമ്മുടെ രൂപത ഉണർന്നു. എന്തുമാത്രം സമ്മേളനങ്ങൾ നമുക്ക് ഈ പ്ലാറ്റിനം ജൂബിലിയിലും അതിനെ തുടർന്നും നടത്താനായിട്ട് സാധിച്ചു. എനിക്ക് എന്നോട് മറ്റു പിതാക്കന്മാർ പറയാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു ഇത്ര വൈബ്രൻ്റായിട്ട് ഈ അൽമായരെയൊക്കെ രംഗത്തിറക്കാനും കൂട്ടി യോജിപ്പിക്കാനും ഒക്കെ. ഈ സമീപത്തുള്ള നമ്മുടെ പിതാക്കന്മാർ വളരെ ആകാംക്ഷയോടുകൂടി എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് നമുക്ക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും ആളുണ്ടായിരുന്നു. നമ്മുടെ സമുദായ ശക്തീകരണം വന്നപ്പോൾ നമ്മുടെ നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും ഒരു 3000 മുതൽ 10000 വരെയുള്ള ആളുകൾ പങ്കെടുത്തു. നമ്മൾ നടത്തുന്ന ഡിപ്പാർട്ട്മെൻ്റൽ ബേസിൽ കത്തീഡ്രലിലും അല്ലെങ്കിൽ മറ്റ് സെൻറ്ററിലും വെച്ച് നടത്തുന്ന മീറ്റിങ്ങിൽ ആണ്ടുവട്ടത്തിൽ 2 എണ്ണമെങ്കിലും ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒരു കോഓപ്പറേഷൻ അവിടെയുണ്ട്. അതാണ് എക്ലീസിയ. നമുക്ക് ഈശോയുടെ ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്നവരാണ് നമ്മൾ. ജെറൂസലം ആണ് നമ്മുടെ എയിം. ആ ജെറൂസലമാകുന്ന അഗ്നിയുടെ ഒരു ജ്വാലയാണ് ഈ ഷലോം, സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് സന്തോഷത്തിലും സമാധാനത്തിലും
കൂടുതൽ സമഗ്രമായ രീതിയിൽ നമുക്ക് ഇടപെടണം. രൂപതയുടെ എല്ലാ അവസരത്തിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അത് ഞാനതിലേക്ക് കടന്ന് കൂടുതൽ സമയം എടുക്കുന്നില്ല. നമുക്ക് പരസ്പരം എല്ലാവർക്കും അറിയാവുന്നതാണ് എത്ര ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഏതൊക്കെ അച്ഛനാണ്, ഏതൊക്കെ മാരാണ് ഇവിടെ ഉള്ളത്. അപ്പം അത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട്, ഒറ്റ ഹൗസായിട്ട് നമുക്ക് ഇതിൽ ഇനിയും വളർന്ന് മുമ്പോട്ട് പോകണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.